നല്ല ഹെവി മഴ കേട്ടോ. നമുക്ക് മീൻപിടുത്തക്കാർക്ക് എന്ത് മഴ എന്ത് കാറ്റ്. ഇപ്പോൾ ഒരു കൊടുങ്കാറ്റ് മഴ കഴിഞ്ഞതേ അടുത്ത മഴ കയറി വന്നിട്ടുണ്ട്. നമ്മുടെ സ്പൈഡറൊക്കെ ഇട്ടേക്ക് വെയിറ്റിങ്ങില്ല. കട്ട മഴയുള്ള തകർത്ത മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടാ. മഴ പെയ്യുമ്പോൾ നമ്മുടെ ആറിൻ്റെ സൗന്ദര്യം നിങ്ങൾ കണ്ടാ, എന്ത് രസമാണ് നോക്കിയല്ലേ. ഇടിവെട്ടായിരുന്നു മതി കേട്ടോ. ഇടിവെട്ടാൽ നമ്മുടെ കിളി പോകും. കാരണം നേരത്തെ ഒരു കഴിഞ്ഞ വട്ടമൊക്കെ ഒരു വലിയ മഴയ്ക്കൊക്കെ മിന്നലിനകത്തൊക്കെ കൊണ്ട് ആ താഴെ കാണുന്ന ആ പാറയുടെ അവിടെയൊക്കെ മിന്നലൊക്കെ ഇറങ്ങുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ആ സമയത്തൊക്കെ വള്ളത്തിലൊക്കെ ഇറങ്ങി ഓടിയിട്ടുണ്ട്. ഇവിടെ ഈ മഴയെ കണ്ടുകൊണ്ടിരിക്കാൻ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. നല്ല സുഖമാണ്. പക്ഷേ മിന്നലൊക്കെ അടിച്ചാൽ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. പെട്ടെന്ന്, കാരണം ഒറ്റയ്ക്ക് നിൽക്കുന്ന വലിയ വലിയ മരങ്ങളുണ്ട് ഇവിടെ. മിന്നലപ്പോൾ പെട്ടെന്ന് ഇറങ്ങും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. മിന്നലൊന്നും എനിക്ക് പേടിക്കൊന്നും വേണ്ട. നല്ലൊരു കാറ്റും മഴ ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. നമ്മളിങ്ങനെ ചൂണ്ടയിടയിൽ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ വേണ്ട നമ്മളിപ്പം 2 ദിവസമായിട്ട് വാഴയൊന്നും അടിക്കാത്ത നമ്മൾ കളത്തിൽ സ്പൈഡർ ഹൂക്ക് ഇടുമായിരുന്നുണ്ടേ. അപ്പോൾ സ്പൈഡർ ഹൂക്ക് നമ്മൾ ഇന്നലെ ഇട്ടേ. അപ്പോൾ ഇന്നലെ നമുക്കൊന്നും അടിച്ചില്ല, ആദ്യമായിട്ട് കളത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വേണ്ട കളത്തിൽ വന്നതിന് സ്പൈഡർ ഹൂക്ക് കഴിച്ച സാധനത്തെ കണ്ടോ. നല്ല അടിപൊളി ഒരു സുന്ദര നാട്ടുചെമ്പല്ലി. എല്ലാവരും പറയുന്നത് നല്ല ടേസ്റ്റുള്ള മീൻ, കരിമീനെക്കാട്ടും നല്ല ടേസ്റ്റുള്ള മീനാണ് ആറ്റുചെമ്പല്ലി. കാണാനും നല്ല ഭംഗിയാണ്. സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ മൊത്തവും മുള്ളു കൊള്ളും. ഈ ദേഹം ഇവിടെ എല്ലാം ഇതെല്ലാം മുള്ളാണ്. പുറഞ്ഞിട്ട് ഇതിൻ്റെ ഈ ചെകിളയ്ക്കകത്തെല്ലാം നല്ല ഷാർപ്പ് മുള്ളാണ്. നോക്കിയും കണ്ടു പിടിച്ചില്ലെങ്കിൽ നല്ല ബ്ലേഡ് പോലിരിക്കും. കൈയും കാലും മുറിയുകയും ചെയ്യും. കൈകാര്യം ചെയ്യുമ്പോൾ ഇവനെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഇവനെ കിടത്തി വെട്ടാൻ വേറെ ആരുമില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ആറ്റുചെമ്പല്ലി. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ കിട്ടുമ്പോൾ അടുത്ത വീഡിയോ ഇടാം.